ജീവിതമാകുന്ന യാത്രയിൽ തൻ്റെ കൂടെ നടക്കുന്നവർക്കും തൻ്റെ ചുറ്റുപാടുമുള്ളവർക്കും ഒരിറ്റ് വെളിച്ചം കൊടുക്കാൻ കഴിയുന്ന ഒരു അനുഗ്രഹമാകാനും, തന്നിൽ നിന്ന് അകന്നിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ താൻ അകലത്തിലായിരിക്കുന്നവർക്കൊക്കെ ഒരു ദിശാബോധം, എവിടേക്ക് തിരിയണം എന്നുള്ള ഒരു ദിശാബോധം കിട്ടത്തക്കവണ്ണമുള്ള ഒരു വിളക്കുമരമാകാനും കഴിയുക എന്നുള്ളത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ്. അങ്ങനെ പലരും നമുക്ക് കൂടെ നടന്ന് വെളിച്ചം തന്നതുകൊണ്ടും അകലെ നിന്ന് വഴികാട്ടി തന്നതുകൊണ്ടുമാണ് നമ്മളൊക്കെ ഇന്നൊക്കെ ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിയത് എന്ന് ഓർക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഒരാത്മീയ മനുഷ്യന് ദൈവത്തിൻ്റെ മുമ്പിൽ നൽകാവുന്ന ഏറ്റവും വലിയ കൃതജ്ഞത. നന്ദിയുള്ളവരായിരിക്കുക, ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് ആ കടത്തിൻ്റെ പാടാണത്. ആ കടപ്പാട് ഓർക്കുന്നവന് ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടാവുകയില്ല. അതാണ് KS ജോർജ് പാടിയ ആ പാട്ടിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ മോഹങ്ങൾ മരവിച്ചാലും മോതിരക്കായി മുരടിച്ചാലും മനസ്സ് മരവിക്കാതിരുന്നാൽ മതി. മനസ്സ് മരവിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു വാംത്തുണ്ടാവും, ഊഷ്മളതയുണ്ടാവും. ഹൃദയം അങ്ങനെ ഊഷ്മളമാണ് എന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ നമുക്ക് എല്ലാവർക്കും ഇടമുണ്ടാവും. എല്ലാവർക്കും ഇടമുണ്ടാകാൻ തക്കവണ്ണം ഹൃദയത്തെ വിശാലമാക്കാനും നമുക്ക് കഴിയും. അങ്ങനെ പലരുടെയും വിശാലമായ ഹൃദയത്തിൻ്റെ ആ വാംത്ത് കൊണ്ടാണ്, ഊഷ്മളത കൊണ്ടാണ് നമ്മൾ പലരും ഇന്നും ആയിരിക്കുന്ന സ്ഥലങ്ങളിലും സ്ഥാനങ്ങളിലും ആയിരിക്കുന്നത് എന്നുള്ളതും ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗം തന്നെയാണ്. എന്തുമാവട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായാലും ജീവിതത്തിൻ്റെ ആ പിടിച്ചു നിൽക്കാൻ കഴിയത്തക്കവണ്ണം നമുക്കൊരു വെളിച്ചം നമ്മുടെ മുമ്പിലോ നമ്മുടെ ചുറ്റുമോ നമ്മുടെ മുകളിലൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത, ഒരു ബോധ്യം, അതൊരു വിശ്വാസത്തിൻ്റെ തലം കൂടിയാണ്. വിശ്വാസം എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് കണ്ട് വിശ്വസിക്കുന്നതല്ല, നമുക്ക് കാണപ്പെടാത്ത എന്തോ ഒരു ശക്തി, അതാണല്ലോ വിശ്വാസത്തിൻ്റെ. കാണപ്പെടാത്തവ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആ വിശ്വാസമാണ്, അതിനെ മുറുകെ പിടിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിടി കിട്ടുക എന്ന് പറയുന്നത്. ഒരു പിടിവള്ളിയാണ് വിശ്വാസം. നമ്മുടെ പിടി വിട്ടുപോകുന്ന സാഹചര്യത്തിലും നമ്മളെ വിടിവിച്ച് കളയുന്ന സാഹചര്യത്തിലുമൊക്കെ ഒരിക്കലും പിടി വിടുവിക്കാത്തതും ഒരിക്കലും പിടി വിട്ടുപോകാത്തതുമായിട്ടുള്ള ഒരു പിടിവള്ളിയാണ് ആ വിശ്വാസം. അതാണ് ദൈവത്തിനോടുള്ള ആ ബന്ധത്തിൽ മനുഷ്യനുണ്ടാവേണ്ട യഥാർത്ഥ ഒരു ബന്ധം. കാരണം റിലേഷൻഷിപ്പാണ് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. ആ റിലേഷൻഷിപ്പിലുള്ള ട്രാൻസ്പെറൻസിയും ആ സുതാര്യതയും ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള സുതാര്യതയും ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ആത്മാർത്ഥതയും. അപ്പോൾ ആ ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ട് ബന്ധം ദൈവവുമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് വന്നാലും, തലയ്ക്ക് മേലെ ശൂന്യാകാശമായാലും താഴെ മരുഭൂമിയായാലും ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം ഒരു പിടിവള്ളിയുണ്ട്. ഈ ശൂന്യാകാശത്തിലും മരുഭൂമിയിലും തന്നെ പരിപാലിക്കുന്ന, തന്നെ അറിയുന്ന, തന്നെ സ്നേഹിക്കുന്ന, തന്നുമായിട്ട് നല്ല ഊഷ്മള ബന്ധമുള്ള ആ സുഹൃത്തായ ദൈവം എന്നെ കൈവിടില്ല എന്നുള്ളൊരു പിടിവള്ളി. അത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും. കാരണം അതൊരിക്കലും പരാജയപ്പെടാത്ത ഒരു വിശ്വാസമാണ്. അതാണ് ദൈവം. ആ ദൈവത്തോടുള്ള യഥാർത്ഥ ബന്ധത്തിൽ വളരാൻ ശ്രമിച്ചാൽ ജീവിതം നമുക്ക് സുന്ദരമായിട്ട്, സത്യസന്ധമായിട്ട്, മനോഹരമായിട്ട്, വിജയകരമായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കും. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അത് ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ആത്മാർത്ഥതയുമാണ്, സത്യസന്ധതയുമാണ്. ആ ദൈവത്തോട് സത്യസന്ധവും ആത്മാർത്ഥവുമായ ബന്ധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചുറ്റുപാടും, തൻ്റെ മുമ്പിലും തൻ്റെ പിമ്പിലും തൻ്റെ വശങ്ങളിലും തനിക്ക് മുമ്പേ പോയവർക്കൊക്കെ ഒരു വെളിച്ചമാകാനും കഴിയും. അങ്ങനെ വെളിച്ചം വിതറുന്ന ഒരു അനുഗ്രഹമായി മാറുമ്പോഴാണ് യഥാർത്ഥ ദൈവഭക്തരാകുന്നത്. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.